ആരെങ്ങനെയായാലും എന്താ, എനിക്ക് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും മാത്രം അറിഞ്ഞാൽ മതി. ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ പറഞ്ഞ വാചകം ചേരുമോ ഇല്ലയോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ കണ്ടവസാനിക്കുമ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കുള്ളിലെ മനുഷ്യത്വം പതിയെ പതിയെ കാലക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. അതിന് സാക്ഷിയുടെ ഈ ഒരു കേസ് നല്ലൊരു ഉദാഹരണമാണ്. മെയ് മാസം 28 രാത്രി, സമയം ഒരു 8:45, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇത് സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട മുറിയിലോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്തോ കാട്ടിലോ മുക്കിലോ മൂലയിലോ അല്ല. അത്രയേറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കേറിയ ബസാറിൽ വെച്ചായിരുന്നു. പലരുടെയും കൺമുൻപിൽ വെച്ചായിരുന്നു ഈ ഭയാനകമായ സംഭവം നടന്നത്. ഈ കേസ് സംബന്ധിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അത്രയേറെ ക്രൂരമായ ഒരു ക്രൈം സീൻ. മുഹമ്മദ് ഷാഹിൽ ഡൽഹിയിൽ വളരെ ബുദ്ധിമുട്ടുന്ന, ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തി. ലഭിക്കുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം തള്ളിക്കൊണ്ടുപോകുന്ന ഒരാൾ. ആ പ്രായത്തിൽ എല്ലാ യുവാക്കൾക്കും ഉണ്ടായിരുന്ന ദുശീലങ്ങളും മോശപ്പെട്ട സ്വഭാവം എല്ലാം അവനും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൽ അധിക താല്പര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. മദ്യപാനവും ആക്രമണാത്മക സ്വഭാവവും അവനുണ്ടായിരുന്നു. ഒരു നാടോടിയെ പോലെയായിരുന്നു സത്യത്തിൽ അവന്റെ ആ ഒരു ജീവിത രീതി. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ച് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റും. ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. അവസാനം AC, ഫ്രിഡ്ജൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു മെക്കാനിക് ജോലി ലഭിച്ചു. കടയിലേക്ക് കൊണ്ടുവരുന്ന പഴയ AC അവിടെ തന്നെ ശരിയാക്കി നൽകും, അല്ലെങ്കിൽ കസ്റ്റമറുടെ വീട്ടിലേക്ക് പോയി അത് ശരിയാക്കി കൊടുക്കും. അങ്ങനെ ആ ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരുമ്പോഴായിരുന്നു 16 വയസ്സുള്ള പെൺകുട്ടിയായ സാക്ഷിയെ പരിചയപ്പെടുന്നത്. സാക്ഷിയും ഷാഹിലും തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇവർ പ്രണയിക്കാൻ തുടങ്ങി. സാക്ഷി ഷാഹിലിനെ പ്രണയിക്കുന്നത് സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലായി. കാരണം സാക്ഷിയുടെ സുഹൃത്തുക്കൾക്കും ഷാഹിലിനെ അറിയാം. എന്നാൽ സാക്ഷിയുടെ ഈ ഒരു പ്രണയം അവളുടെ വീട്ടിൽ അറിയില്ലായിരുന്നു. സാക്ഷിയുടെ മരണശേഷമായിരുന്നു ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന കാര്യം പോലും, അതും അവൻ കാരണം അവൾക്ക് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യവും ആ വീട്ടുകാർക്ക് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയും ഷാഹിലും പുറത്തു പോവുകയും പല സ്ഥലങ്ങളിലേക്ക് പോയി വരും. അങ്ങനെ രണ്ടുപേരും ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കുന്ന സമയം സാക്ഷിയുടെ ഷോൾഡറിൽ ഒരു പേര് ടാറ്റു ചെയ്തിരിക്കുന്നത് ഷാഹിൽ ശ്രദ്ധിച്ചു. ആ ഒരു പേര് പ്രവീൺ എന്നായിരുന്നു. ഈ പ്രവീണിനെ കുറിച്ച് ഷാഹിൽ സാക്ഷിയോട് ചോദിച്ചു. തുടക്കത്തിൽ സാക്ഷി അതിനെക്കുറിച്ച് പറയാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ പിന്നീടായിരുന്നു ഷാഹിലിന് അത്രയും ദിവസം അറിയാതിരുന്ന സാക്ഷിയുടെ ഒരു പഴയ കാല ജീവിതത്തെക്കുറിച്ച് അവൻ തിരയാൻ തുടങ്ങിയത്. സാക്ഷി ഇതിനു മുൻപ് പ്രവീൺ എന്ന യുവാവിനെ പ്രണയിച്ചിരുന്നു. ഇവരുടെ പ്രണയവും വളരെ തീവ്രമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു സാക്ഷി പ്രവീണിന്റെ പേര് അവളുടെ ഷോൾഡറിൽ ടാറ്റു ചെയ്തത്. സാക്ഷിയുടെ കുടുംബത്തിനും ഈ ഒരു പ്രണയത്തെക്കുറിച്ച് അറിയാം. രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടും കൂടിയായിരുന്നു ഇവർ പ്രണയിച്ചത്. എന്നാൽ കാലപ്പോക്കിൽ ഇവർക്കിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരുടെ പ്രണയം അവസാനിച്ചു. എന്നാൽ ഇപ്പോ പ്രശ്നം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് നോക്കിയാൽ ഷാഹിലിനോട് സാക്ഷി പറഞ്ഞത് പ്രവീണുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നാണ്. പക്ഷെ അവർക്കിടയിൽ ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കുകയും ഇടയ്ക്കിടെ കണ്ടുമുട്ടുകയും ചെയ്യും. ഇത് ഷാഹിൽ അറിഞ്ഞു. അങ്ങനെ ദേഷ്യം വന്ന ഷാഹിൽ സാക്ഷിയോട് ഇതേക്കുറിച്ച് ചോദിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. പ്രവീൺ എനിക്കിപ്പോൾ വെറും ഒരു സുഹൃത്ത് മാത്രമാണ്, ഞങ്ങൾക്കിടയിൽ യാതൊരു ബന്ധമോ പ്രണയമോ ഒന്നും ഇല്ല എന്ന് സാക്ഷി സുഹൃത്തുക്കളുടെ മുൻപിൽ വെച്ച് തന്നെ ഷാഹിലിനോട് പറഞ്ഞു. എന്നാൽ സുഹൃത്ത് എന്ന ഒരു രീതിയിൽ പോലും പ്രവീണുമായി സാക്ഷി സംസാരിക്കുന്നത് ഷാഹിലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പല തവണ ഇതേക്കുറിച്ച് പറഞ്ഞ് ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇനി ഒരിക്കലും പ്രവീണിനെ കാണുകയോ ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. എങ്കിൽ പോലും ഈ സാക്ഷി പ്രവീൺ സൗഹൃദം തുടർന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്നു എന്നുള്ള കാര്യം ഷാഹിൽ അറിഞ്ഞു. അപ്പോഴാണ് സാക്ഷിക്ക്
ഷാഹിലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പോലും മനസ്സിലാകാൻ തുടങ്ങിയത്. മറ്റൊരു പുരുഷനെ അവൾ പ്രണയിച്ചിട്ടുണ്ട്. അതേ പുരുഷന്റെ പേര് തന്നെ അവളുടെ ശരീരത്തിൽ അവൾ പച്ച കുത്തിയിട്ടുണ്ട്. പോരാത്തതിന് അവനുമായി ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഷാഹിലിനെ കൊണ്ട് സഹിക്കാനേ സാധിച്ചില്ല. ഷാഹിലിന്റെ ഭീഷണി സാക്ഷിയെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ അവൻ തന്നെ കൊല്ലുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നു. ഈ ഒരു ഭീഷണിയും ഷാഹിലിന്റെ ഈ ഒരു സ്വഭാവവും കാരണം ഷാഹിലുമായുള്ള ഈ ഒരു പ്രണയബന്ധം സാക്ഷി പതിയെ പതിയെ കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ പ്രണയം ഒരു വേർപിരിയലിന്റെ സാഹചര്യത്തിൽ വന്നെത്തി. എത്രയോ തവണ ഷാഹിൽ സാക്ഷിയോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതവൾ അവഗണിച്ചു. ഈ സമയത്ത് ഷാഹിൽ ചിന്തിച്ചത് പ്രവീൺ വീണ്ടും സാക്ഷിയുടെ ജീവിതത്തിൽ വന്നു. അതിനുശേഷമാണ് സാക്ഷി തൻ്റെ പ്രണയത്തെ വലിച്ചെറിഞ്ഞത് എന്ന ചിന്തയായിരുന്നു ഷാഹിലിനുണ്ടായിരുന്നത്. വീണ്ടും സാക്ഷി പ്രവീണിനെ പ്രണയിക്കുകയാണ് എന്നവൻ ചിന്തിച്ചു. എന്നാൽ സാക്ഷി അങ്ങനെ ചെയ്തില്ല. അങ്ങനെ സാക്ഷി പോകുന്നിടത്തെല്ലാം ഷാഹിൽ പോവുകയും അവളെ ശല്യം ചെയ്യുകയും അവളുമായി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. ഷാഹിലിന്റെ ഈ സ്വഭാവം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അത് കാരണം സ്വയം രക്ഷപ്പെടാൻ അവൾ നീതു, ആർത്തി എന്ന തൻ്റെ 2 സുഹൃത്തുക്കളോട് സഹായം ചോദിച്ചു. തനിക്കും ഷാഹിലിനും ഇടയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവരോടവൾ ഒന്നുപോലും വിടാതെ പറഞ്ഞു. ആ ഒരു ഗ്രാമത്തിൽ ആർത്തിക്ക് അറിയാവുന്ന ജാഫർ എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ജാഫറിന് ഷാഹിലിനെ അറിയാം. അതുകൊണ്ട് ഈ സാക്ഷി ഷാഹിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ജാഫറിനോട് പറയുകയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി സഹായവും ചോദിച്ചു. അങ്ങനെ ജാഫർ ഷാഹിലിനെ വിളിച്ച് ഒന്ന് ഉപദേശിക്കുകയും ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാക്ഷിയിൽ നിന്നും മാറി നടക്കാൻ ആവശ്യപ്പെട്ടു. മദ്യപിച്ചിരുന്ന ഷാഹിലിന് ഇത് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. അങ്ങനെ സാക്ഷിയെ കൊല്ലണമെന്ന് ഒരു പ്രതികാര ചിന്ത വന്നു. മെയ് മാസം 28-ാം തീയതി രാത്രി ഒരു 8 മണിയോടുകൂടി ഷാഹിൽ സാക്ഷിയുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. തൊട്ടടുത്തുള്ള ബസാറിലേക്ക് വരാനായി ആവശ്യപ്പെട്ടു. അന്ന് വീട്ടിൽ നിന്നും സാക്ഷി അവളുടെ സുഹൃത്തുക്കളിൽ ഒരാളുമായി ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി. ഷാഹിലിനെ അവൾക്ക് ഒരല്പം പേടിയുണ്ടെങ്കിൽ പോലും എന്തോ ഒരു പ്രതീക്ഷയോടുകൂടി അവനെ ഒറ്റയ്ക്ക് കാണാൻ തന്നെ അവൾ തീരുമാനിച്ചു. സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം മെയ് മാസം 29-ാം തീയതിയായിരുന്നു എല്ലാ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നത്. ഇത് കണ്ട മുഴുവൻ ഇന്ത്യൻ ജനതയും ഞെട്ടിപ്പോയി. സാക്ഷിയെക്കുറിച്ച് ചിന്തിച്ച് പലരും വേദനിച്ചോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എല്ലാവരെയും തീർച്ചയായും ഈ ഒരു സംഭവം ലജ്ജിപ്പിച്ചു. ആദ്യത്തെ CCTV ദൃശ്യം നോക്കിയാൽ അതിൽ സാക്ഷി ഈ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഷാഹിലിനെ കാണാനായി വരികയായിരുന്നു. അപ്പോൾ സമയം 8:42. എന്നാൽ അടുത്ത CCTV ദൃശ്യത്തിൽ ഷാഹിൽ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് സുഹൃത്തുക്കളുമായി നിന്ന് സംസാരിക്കുകയാണ്. അടുത്ത CCTV ദൃശ്യത്തിൽ സാക്ഷിയും ഷാഹിലും കണ്ടുമുട്ടി സംസാരിക്കുന്നു. അപ്പോൾ സമയം ഏകദേശം ഒരു 8:45. ഇപ്പൊ സാക്ഷിയെ ഷാഹിൽ ആക്രമിക്കാൻ തുടങ്ങി. മുൻപ് തന്നെ അവളെ കൊല്ലണമെന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടൊരു 15 ദിവസത്തിന് മുൻപ് തന്നെ വളരെ നീളമുള്ള കൂർത്ത ഒരു കത്തി വാങ്ങി വെച്ചിരുന്നു. ഇത് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചു. പക്ഷെ ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, സംഭവം നടന്നത് സാധാരണക്കാർ ഒരുപാട് നടന്നു പോകുന്ന ഒരു സ്ഥലത്തായിരുന്നു. എന്നാൽ സാക്ഷി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ആ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ചെറിയ ശ്രമം പോലും എടുത്തില്ല. സംഭവം നടന്നപ്പോൾ അത്രയും പുരുഷന്മാർ ആ പ്രദേശം കടന്നുപോയി. ഷാഹിൽ കത്തി കൊണ്ട് കുത്തി. മാത്രമല്ല ചരിഞ്ഞു വീണ സാക്ഷിയുടെ മുകളിലേക്ക് കല്ലെടുത്ത് പല തവണ എറിഞ്ഞു. അവളുടെ ദേഹം ചതച്ചു, കാലുകൊണ്ട് ചവിട്ടി. ഇങ്ങനെ എല്ലാം അവൻ ചെയ്തതിന് ശേഷം പോലും അവളുടെ ജീവൻ നഷ്ടമായില്ല. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന് അവൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്ന ആരും അവളുടെ അടുത്തൊന്നും എത്തിപ്പോലും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ സാക്ഷിയുടെ വീട്ടിലേക്ക് വിവരം പോകുന്നു. സംഭവ സ്ഥലത്തേക്ക് കുടുംബം വരുന്നു. സാക്ഷിയെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നതുവരെയും അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരുപാട് രക്തം അവൾക്ക് നഷ്ടപ്പെട്ടു. അമിത രക്തസ്രാവം കാരണം ആശുപത്രിയിൽ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവൾ മരണപ്പെട്ടു. ഏതോ ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതുവഴി പോയ 1-2 പേർ, വേണ്ട ഒരാൾ അവനെ തടയാൻ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ആ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഒരാൾ അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾ അവിടെ നിന്നും ഓടിപ്പോയി. സത്യം പറഞ്ഞാൽ ഷാഹിൽ മാത്രമല്ല സാക്ഷിയുടെ മരണത്തിന് കാരണം. അന്ന് സാക്ഷി കൊല്ലപ്പെടുമ്പോൾ അത് കണ്ടിട്ടും കാണാത്തതുപോലെ പോയ അത്രയും പേർ
ആ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളാണ്. തന്നെ പോലീസ് കണ്ടെത്തുമെന്ന് ഷാഹിലിന് തീർച്ചയായും അറിയാം. സാക്ഷി ആക്രമിച്ചതിന് ശേഷം അവൻ അവന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. അപ്പൊ തന്നെ അവിടെ നിന്നും ഒരു ബസ് കയറി ഉത്തർപ്രദേശിലുള്ള അവന്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഈ ഒരു അന്വേഷണത്തിനിടയിൽ പോലീസ് ഷാഹിലിന്റെ അച്ഛന്റെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകൾ എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്നും ഷാഹിലിന്റെ അമ്മായിയിൽ നിന്നും വന്ന ഒരു കോൾ പോലീസിന് ലഭിച്ചു. അങ്ങനെ സംഭവം നടന്ന 16 മണിക്കൂറിന് ശേഷം ഷാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാഹിൽ ഈ കുറ്റകൃത്യം ചെയ്തെങ്കിലും ആ പെൺകുട്ടി മരിക്കുന്നതിന് ഏതെങ്കിലും ഒരു രീതിയിൽ സഹായമായിരുന്ന, അവിടെ നടന്ന അത്രയും ആളുകളുടെയും അശ്രദ്ധയും ഒരു കാരണമാണ് എന്ന് പറയാം. ആളുകൾക്ക് മനുഷ്യത്വം തീരെ ഇല്ലാതെയായി, സ്വാർത്ഥരായി മാറിയിരിക്കുകയാണ്. ആര് എങ്ങനെ പോയാലും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. നിയമത്തിൽ ആർക്കും യാതൊരു ഭയവുമില്ല. അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അതിന് ഈ ഒരു കേസ് മാത്രമല്ല ഉദാഹരണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന പല കേസുകൾ ഇവയ്ക്കെല്ലാം നല്ലൊരു ഉദാഹരണമാണ്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ സ്ത്രീകൾക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ നടപടി നടപ്പിലാക്കുമ്പോൾ മാത്രമേ ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.